ശശി തരൂരിനെതിരെ രൂക്ഷ വിമർശനവുമായി KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോൺസൺ എബ്രഹാം. തരൂരിൻ്റെ മോദി വാഴ്ത്തുപാട്ട് തരം മാറ്റവും അവസരവാദവും എന്ന വിമർശനം. ട്രംപിൻ്റെ മുന്നിൽ തരൂരിൻ്റെ നയതന്ത്ര നീക്കങ്ങൾ തകർന്നടിഞ്ഞുവെന്നും ഇന്ദിരാഗാന്ധിയുടെ വിദേശ നയത്തെ ഓർമ്മപ്പെടുത്തിയാണ് വിമർശനം. അതേസമയം തരൂരിനെതിരെ നടപടി വേണമെന്ന് സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടെങ്കിലും ഹൈക്കമാൻഡ് മൗനം തുടരുകയാണ്. ഇന്ദിരാഗാന്ധിയെ വിമർശിച്ചിട്ടും കേന്ദ്ര സർക്കാരിനെയും മോദി സർക്കാരിനെയും നിരന്തരം പ്രശംസിച്ചിട്ടും തരൂരിനെതിരെ നടപടിയെടുക്കാൻ കഴിയാതെയാണ് AICC നേതൃത്വം നിൽക്കുന്നത്. തരൂർ വിഷയത്തിൽ നടപടി വൈകുന്നതിൽ കേരളത്തിലെ നേതാക്കൾക്കും കടുത്ത അതൃപ്തിയാണുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും പടിവാതിൽ എത്തി നിൽക്കെ കേരളത്തിലെ MP കൂടിയായ തരൂരിന്റെ തുടർച്ചയായ പ്രകോപനങ്ങൾ സംസ്ഥാനത്ത് കോൺഗ്രസിന് തിരിച്ചടിയാകുമെന്നാണ് നേതാക്കളെ ആശങ്കപ്പെടുത്തുന്നത്. അതേസമയം തരൂരിന്റെ പ്രസ്താവനകളിൽ പ്രതികരിക്കേണ്ടെന്നാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാട്. വിവാദങ്ങളോട് അകലം പാലിക്കാൻ വക്താക്കൾക്ക് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ വിഷയം കൂടുതൽ വഷളാകുമെന്ന ആശങ്കയും നേതാക്കൾക്കുണ്ട്. BJP പാർലമെന്റിലടക്കം ഇത് രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ടെന്നും കോൺഗ്രസ് നേതൃത്വം കരുതുന്നു. അതിനിടെ തരൂരിനെതിരെ രൂക്ഷ വിമർശനവുമായി KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോൺസൺ എബ്രഹാം രംഗത്തെത്തി. തരൂർ മോദി വാഴ്ത്തുപാട്ട് നടത്തുന്നത് തരൂരിന്റെ തരംമാറ്റവും അവസരവാദവും എന്നാണ് വിമർശനം. പാർട്ടി മുഖപത്രമായ വീക്ഷണത്തിലെ ലേഖനത്തിലാണ് തരൂരിനെതിരെ രൂക്ഷ വിമർശനം. തരൂരിന്റെ വിദേശ സന്ദർശനത്തിലും ജോൺസൺ എബ്രഹാം വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ട്രംപിന്റെ മുന്നിൽ തരൂരിന്റെ നയതന്ത്ര നീക്കങ്ങൾ തകർന്നടിഞ്ഞുവെന്ന് ഇന്ദിരാഗാന്ധിയുടെ വിദേശകാര്യ നയം ഓർമ്മപ്പെടുത്തിയാണ് വിമർശനം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.